കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായെന്നെ നിത്യവും കാത്തുകൊള്ളേണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായെന്നെ നിത്യവും കാത്തുകൊള്ളേണേ. നിന്റെ തൂമുഖം കാണുവാനെന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ. പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. നിന്റെ തൂമുഖം കാണുവാനെന്ന് എന്നെ അങ്ങു വിളിക്കുകിൽ. പുഞ്ചിരിച്ചു കൊണ്ടങ്ങേ സന്നിധി പോകുവാൻ കൃപയേകണേ. ദൈവമേ, അങ്ങേ സ്നേഹമാർന്നുള്ള കൈകളിൽ എന്നെ നൽകുന്നു. നിൻ ചിറകിൻ്റെ കീഴിലായെന്നെ നിത്യവും കാത്തുകൊള്ളേണേ. മറ്റൊരു ദിനം നിൻ മഹിമകൾ പാടുവാനങ്ങു നൽകുകിൽ. വിശ്രമം തന്നു, സൗഖ്യവും തന്നു, ശക്തിയും. കരുണാകരനാഥനെ വിളിക്കുകയും സങ്കടപ്പെടുന്നതിനെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളെ പ്രതീക്ഷയായി ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരാം. എന്റെ കർത്താവേ, ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലം ഭാഗേ ആകാശവും ഭൂമിയിലാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ. മൃതനായസ്സും അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ.
പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാബാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാം പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുമഴിയെല്ലാം കാണുന്നു. പാവങ്ങൾ മിശിഹാനാഥ മൃതരെല്ലാരും മിന്നി വിളങ്ങും വചനമുഴുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വെണ്ടലമെങ്ങും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്ത്യമഴത്തോരവികലമോദം നുകരാൻ മൃതരെ മഹിമാവഴുകം മണവറയിങ്കൽ ചേർക്കണമീശോ. അകാലത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, എന്റെ പ്രാർത്ഥന ചെവികൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചന പക്കൽ നിന്നാകുന്നുവല്ലോ. നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ അകമ്പടിയോടും കൂടെ വാനമേഘങ്ങളെ പ്രതിഷ്ഠാകി സുഖരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങൾ ഉയർക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷാകരമായ വിധി ദിവസത്തിൽ നിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായ ലോകാരംഭത്തിന് സജ്ജമാക്കപ്പെടുന്ന സുഖരാജ്യത്തിലേക്ക് ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണമേ. ഞങ്ങളെ ഞങ്ങളുടെ സമൂഹത്തിലും നിനക്ക് പ്രിയം അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞ് സന്താപമെങ്ങും നിറഞ്ഞ് ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു സന്താപമെങ്ങും നിറഞ്ഞു.
സ്വസ്ഥരാകേണ്ട നിങ്ങൾ വിശ്വാസദീപം തെളിപ്പിൻ. ഒട്ടേറെയുണ്ടെൻ പിതാവിൻ ഗേഹത്തു പൂമന്ദിരങ്ങൾ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിങ്ങൾക്കിടം ചെന്നൊരുക്കാൻ പോകുന്നു ഞാനങ്ങു വിണ്ണിൽ. വീണ്ടും വരും ഞാനൊരിക്കൽ നിങ്ങളെ പൂവിണ്ണിലേറ്റാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനാണു നിങ്ങൾക്കു ജീവൻ, ഞാനാണു നിങ്ങൾക്കു സത്യം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. മറ്റുള്ള മാർഗങ്ങളൊന്നും സ്വർഗത്തു ചെന്നെത്തുകില്ല. ഞാനാണു നിങ്ങൾക്കു മാർഗം, നേരായ കൈവല്യമാർഗം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. കാണില്ലൊരൽപ്പം കഴിഞ്ഞാൽ കാണില്ല വീണ്ടെന്നെ ലോകം. നിങ്ങളോ കണ്ടിടും നമ്മൾ ജീവിച്ചിരിക്കുന്നുവല്ലോ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു.
ഭൂവിൽ നിങ്ങളെ ഞാൻ കൈവിടില്ല. വീണ്ടും വരുന്നിതാ വീണ്ടും നിങ്ങളെ കാണാൻ വരുന്നു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നിത്യമെൻ നിർദ്ദേശമെല്ലാം കൃത്യമായി കാക്കുന്നു മർത്യൻ. സമ്മോദമെന്നിൽ വിതയ്ക്കും, സംപ്രീതി എന്നിൽ വളർത്തും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. നൽകുന്നു ഞാൻ നവ്യശാന്തി, പാരിൽ കുരുക്കാത്ത ശാന്തി. നിങ്ങൾക്കു ഞാനേകിടുന്നു സംഭൂതമെൻ ദിവ്യശാന്തി. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നതോർത്തോർത്തു നിങ്ങൾ കീഴേണ്ട ചെന്നിൻ പിതാവിൽ ചേരുന്നതാണെൻ്റെ മോദം. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. എന്നെ പിതാവെന്ന പോലെ സ്നേഹിച്ചു നിങ്ങളെ ഞാനും. നിങ്ങളെൻ സൗഭാഗ്യമേറും സ്നേഹത്തിലെന്നും വസിപ്പിൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു.
വച്ചാൽ എന്നെയാണാ ലോകമാദ്യം നന്നേ വെറുത്തതെന്നോർക്കിൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. തടം നീറും പ്രലപിച്ചു കണ്ണുകൾ താഴും. ഒരു നാളിലെല്ലാം നിലയ്ക്കും പരിശോഭ നിങ്ങൾ കുതിക്കും. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. താതനെ വിട്ടു ഞാൻ വന്നു, ലോകത്തിലേക്കു ഞാൻ വന്നു. പോകുന്നു ഞാനിതാ വീണ്ടും, താതനിൽ ചെന്നങ്ങു ചേരാൻ. ഞാനെൻ പിതാവിൻ്റെ പക്കൽ പോകുന്നിതാ യാത്ര ചൊല്ലൂ. സ്വർലോകനാഥൻ മൊഴിഞ്ഞു, സന്താപമെങ്ങും നിറഞ്ഞു. കരയും നേരം മാന
സമാധാനം നമ്മോട് കൂടെ. കർണൂലിനെ സങ്കടപ്പെടാൻ ആശ്രയിക്കുകയും ശിവന്റെ മറ്റന്നാഥ അണയുമ്പോൾ അരുമയോടെ നടത്തണമേ നല്ലവർഷോലേ. ആരാധിച്ചു വണങ്ങുന്നു ആകാശമേ കുടലും താവകമില്ല കർത്താവേ ക്ഷമിക്കുന്നവരാവരെ നീ നൽകണമേ ആയുസം. അവരുടെ കീർത്തനങ്ങൾ പാടുന്നവരുടെ പാദങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ മാമോദീസ വഴിയുന്നേ സുതരാനവരും നോക്കണമേ. കർത്താവിന്റെ സ്വലിതവും ദിവസലിലും അറിവോടെ ഉൾക്കൊണ്ടവരാണ് സുതരൻ മിക്കുവരുന്ന് ചേർക്കണമേ. അവരിലാരും അവശേഷിച്ചില്ല. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരെ ജീവനുദിക്കുന്നു. ശിവൻ നൽകി മഹോന്നതമാം കൃപയുടെ നാട്ടിൽ ചേർക്കണം. തിരുവടിയെല്ലാം കാണുന്നു. നിരവധിയാമിൽ പാപങ്ങൾ നിരയായി വിധിക്കല്ലേ. മതരെല്ലാരും നിന്റെ വിളങ്ങും മദനമടുണരാൽ വരമരുളേണം. പൊങ്ങി മുഴങ്ങും കാഹളനാദം ബോധിതമല്ലോ. രക്ഷിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ആരോഗ്യ സമർത്ഥനങ്ങളെ നീ മകനെയോടെ ഉയർത്തിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും ആത്മാവുമായി സഹായി തിരുപുത്രന്റെ ആത്മോടുകൂടെ പടങ്ങളുടെ കൃഷ്ണാവിനെ സഹായിക്കുന്നതിൽ പടിരക്ഷരായ കബറിലൊക്കെയും ചെയ്യുന്ന സഹോദരിയെ സ്വീകരിക്കണമേ. ഞങ്ങളിൽ സമൂഹത്തിലെ കുടുംബങ്ങളിലും നിരകളുടെ അനുഗ്രഹം നമസ്കാരാവണം എപ്പോഴും എപ്പോഴും എന്നേക്കും. ശുശ്രൂഷകൾ ആരംഭിക്കുകയാണ്. ഭക്തിപൂർവ്വം
സങ്കേതവാദികളെ ഞങ്ങളുടെ പാവമോചനത്തിനായി തന്നെ ആവശ്യപ്പെടണമേ. ഈ ജലത്താർത്ഥന ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. സുന്ദരങ്ങളുടെയും പല സസ്യങ്ങളുടെയും നാഥനായിരിക്കണമേ. അങ്ങനെ ബഹുമാനത്തിന് നേരെ പാവമോചനത്തിനുമായി തന്നെ ആശ്രയിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ദൈവത്തിന് സമാധാനം പ്രയാസെപ്പോഴും നീക്കും. സദസ്സനായ ഞങ്ങളുടെ പിതാവേയും ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാര്യത്തിൽ ഞങ്ങൾ പുകഴ്ത്തുകയും മഹ്യമായ ദൈവത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനമാകുന്നു. പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. മനുഷ്യജീവിതം പുൽപ്പണിക്കലുമാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ കേടുതിരുന്നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽപ്പണിക്കലുമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. മനുഷ്യജീവിതം പുൽപ്പണിക്കലുമാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ കേടുതിരുന്നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. അവിടെ സന്താനങ്ങളെ ഉദാന വഴി നവീകരിക്കുന്നതുമായ കർത്താവേ, അങ്ങേ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെ മനസ്സിന്റെ നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. എന്റെ ദിവസങ്ങളെത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ കേടുതിരുന്നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങളെത്ര പരിമിതങ്ങളാകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നോ ആർക്ക് വേണ്ടിയാണെന്ന് അറിയില്ല. എന്റെ ദിവസങ്ങളെത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചവരെ ഏൽപ്പിക്കുന്നവരെ കേടുതിരുന്നാമത്തിന് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കരുണയാൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ ഞങ്ങളെ ധേയരാക്കുകയും ദയാധികത്താൽ ഉയർത്തിക്കുകയും ചെയ്യുന്ന കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. കർത്താവേ, അഴലും മരണവും ഇല്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോട് വാണിടുവാൻ ദാസന് വരമെന്നരുളേണം. മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരിശയിലെ തിരുനാഥൻ ദൃഢമായെങ്കിൽ വിശ്വാസം നിക്ഷേപിക്കും. മനുഷ്യന് ഞാൻ അന്തിമ ദിവസം ഉയർപ്പേകും. വാക്യങ്ങൾ
കർത്താവേ വാഴ്ത്തിപ്പാടി നമിക്കുന്നേ വിശ്വത്തിന്റെ വിധാതാവേ നൽകണമേ പുനരുത്ഥാനം പരിശുദ്ധന്മാർ വാഴുവിടം ചേർക്കണമെന്നേ മഹിരേശ കർത്താവേ നീ അണയുമ്പോൾ കരുണയൊടങ്ങണമേ നല്ലവരൊക്കെ വരം ഭാഗേ പരമോന്നതമാം പരിവേഷം. എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ ലേഖനം. എന്റെ സഹോദരരെ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റുവെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവനോടുകൂടെ ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരിക്കുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. എന്റെ വചനം കേൾക്കുകയും എന്റെ ആയുസ്സിനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് എനിക്ക് ജീവനുണ്ട് എന്ന് സത്യവാൻ നിങ്ങളോട് പറയുന്നു. അവർ വിധിക്ക് വിധേയനാവുകയില്ല, മരണത്തിൽ നിന്ന് അവർ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യവാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവര് ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ലാതെ വന്നു കഴിഞ്ഞു. എന്തുകൊണ്ട് നാൾ ജീവനോടുടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറപ്പാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാൻ അധികാരവും അവന് കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിനെ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവര് അവരുടെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവനുയർത്തനായി, തിന്മ ചെയ്തവര് ജീവനുയർത്തനായും നാം ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുക ഒരു സ്നേഹം നിറഞ്ഞ അമ്മയ്ക്ക് യാത്ര പറയുവാനായിട്ടാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുമ്പോൾ ഈ അമ്മച്ചിയുടെ യാത്രയിൽ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും അമ്മച്ചി നമുക്ക് ചെയ്തിരിക്കുന്ന നന്മകളെയും സ്നേഹത്തെയും ഓർത്ത് നന്ദി പറയുവാനുമായിട്ടാണ്. ആദ്യമായി തന്നെ കുടുംബാംഗങ്ങൾക്ക് ഏവർക്കും അതുപോലെ തന്നെ ബന്ധുമിത്രങ്ങൾക്കും അനുശോചനവും സ്നേഹത്തിന്റെ രീതിയിൽ പ്രാർത്ഥനയും നേരുകയാണ്. പ്രിയമുള്ളവരെ, പൗലോസ്ലീഹ തന്റെ ലേഖനത്തിൽ പറയുക ഇങ്ങനെയാണ്: എന്റെ സഹോദരൻ, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിതരാകരുത്. കഥാബുദ്ധിതനായി അവനോടൊപ്പം തന്നെ മരിച്ചവരെയും അവന് ഉയർപ്പിക്കുമെന്ന്. നമുക്കറിയാം, ഭൂമിയിലെ ഒരു പൂന്തോട്ടത്തില് മനോഹരമായ ഒരു പൂ നമ്മൾ പറിച്ചെടുക്കുമ്പോൾ അത് കാണുന്ന ചെടി ഈ പൂ പിരിഞ്ഞു പോകുമ്പോൾ വേദനയോടെ ഇതിനെ നോക്കുകയാണ്. എന്നാൽ ഇത് പരിശുദ്ധ ആൾക്കാരോട് ചേർന്ന് വയ്ക്കുമ്പോൾ ചെടി ഇതിനെ കാണുമ്പോൾ ഒത്തിരി സ്നേഹത്തോടെ സന്തോഷത്തോടെ അതിൽ ആനന്ദം കൊള്ളുവാനായിട്ട് ഇടവരും. എന്നാൽ ഇന്ന് ഭൂമിയിലെ പൂന്തോട്ടമാകുന്ന ദൈവത്തിന്റെ പൂന്തോട്ടമാകുന്ന ഭൂമിയിൽ നിന്ന് സ്നേഹത്തോടെ മാലാഖ കുഞ്ഞിനെ പോലെ അമർച്ചയെ എടുക്കുമ്പോൾ ദൈവത്തിന്റെ രാജ്യത്തിന് അത് ദൈവത്തോടൊപ്പമായിരിക്കുവാനായിട്ട്, സ്നേഹത്തിന്റെ മാതൃകയിൽ ഈശോടൊപ്പമായിരിക്കുവാനായിട്ടാണ് അവിടുന്ന് വിളിച്ചിരിക്കുക. അമ്മച്ചിയുടെ നല്ല മാർഗങ്ങള്, നന്മകള് എന്നും ഈ ഭവനത്തില് ജ്വലിക്കുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ അമ്മച്ചി ഒരു വിശ്വാസത്തിന്റെ പ്രാർത്ഥനയുടെ ജീവിതം നയിച്ചിരുന്ന വ്യക്തിയാണ്.
കഴിഞ്ഞ ദിവസം ഞാൻ ആശുപത്രിയിൽ അമ്മച്ചിയെ കാണുവാനായിട്ട് ചെന്നപ്പോൾ അമ്മച്ചിക്ക് ഒത്തിരി വേദനകൾ ശാരീരികമായിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അമ്മച്ചി കൊന്ത എടുത്ത് വെച്ച് പ്രാർത്ഥിച്ച് ഏറ്റവും സ്നേഹത്തോടെ ചിരിച്ചുകൊണ്ട് നമ്മളെ ഓരോരുത്തരെയും സ്നേഹിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിച്ചു. അതിനർത്ഥം യേശുവോടൊപ്പം പ്രാർത്ഥനയില്, വിശ്വാസത്തില്, വിശുദ്ധിയില് മക്കൾക്ക് പകർന്നു കൊടുക്കുന്ന ഒരു നന്മയാണ് ഇത് എന്നതാണ്. പ്രിയമുള്ളവരെ, ഇന്ന് ഈ അമ്മച്ചി നമ്മൾ ഇന്ന് വേർപിരിഞ്ഞ് പോകുമ്പോൾ, യാത്രയാകുമ്പോൾ അമ്മച്ചിയെ കുറിച്ച് ദുഃഖിക്കുന്നതിന് പകരം അമ്മച്ചിയോടൊപ്പം ആയിരിക്കുവാനായിട്ടും യാത്രയിൽ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ടും അമ്മച്ചി സ്വർഗത്തിലെത്തുമ്പോൾ മാലാഖമാരുടെ ആയിരിക്കുമ്പോൾ നമ്മൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുമായിട്ടാണ് നമ്മൾ യാചിക്കുക. നമുക്കറിയാം, ഓരോ മരണവും നമുക്ക് നൽകുന്ന സന്ദേശം ഇതാണ്: ഇത് ജീവിതത്തിന്റെ അവസാനമല്ല, മറിച്ച് പുതിയൊരു ജീവിതത്തിലേക്കുള്ള കാലെടുത്തുവെപ്പാണ്. ഒരിക്കൽ കൂടി കുടുംബത്തിൽ എല്ലാവർക്കും സ്നേഹത്തിന്റെ രീതിയില്, പ്രാർത്ഥനയില് എല്ലാവിധ പ്രാർത്ഥനയുടെ മംഗളങ്ങളും നേരുന്നു. ഒപ്പം തന്നെ അമ്മച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അമ്മച്ചിയുടെ പാപങ്ങൾ ക്ഷമിക്കുവാനായിട്ട്, ഭൂമിയിൽ ഏതെങ്കിലും നമുക്ക് പാപങ്ങൾ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ സർവശക്തനായ ദൈവം ക്ഷമിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. നമുക്കെല്ലാവർക്കും അനുതാപത്തോടെ പറ്റിയിടം കൊടുക്കുന്ന കർത്താവേ, ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതിലുമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, അങ്ങയുടെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാനന്ദത്തിന്റെ തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഗാഗുൽത്തായിൽ അങ്ങയുടെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴി മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ അങ്ങയുടെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖിതരെ ആശ്വസിപ്പിക്കുവാൻ വേണ്ടി ലാസറിന്റെ മരണത്തിൽ സ്വയം കണ്ണുനീർ ചിന്തിയ മിശിഹായി, കരയുന്നവരുടെ കണ്ണുനീർ തുടയ്ക്കുകയും ഇവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നവരുമായ മിശിഹായെ, അങ്ങയുടെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഇവരുടെ കുടുംബാംഗങ്ങളെയും ചാർച്ചക്കാരെയും ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ സഹായിക്കട്ടെ. ശിവന്റെയും മരണത്തിന്റെയും നാഥനും രാവുനും ആത്മാവുമായി ആകാശത്തിലും ഭൂമിയിലും ശുദ്ധനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ഞങ്ങളുടെ ആത്മാവിന്റെ പ്രത്യാശിനിയാകുന്നു. ശിവന്റെയും മരണത്തിന്റെയും നാഥനും രാവുനും ആത്മാവുമായി ഒരു ദിവസം മറിയം ചുടുകണ്ണീരും അന്നൊരു ദിവസം മറിയം ചുടുകണ്ണീരും വീട്ടിരുന്നൊരു സോദരനെയും ചിന്തിക്കടലിൽ നെടുവീർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ടുകൾ കാണോ. അന്നൊരു ദിവസം
കരുണയോളം തിരികമാന്നകിലേശൻ ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം രസനിയായിൽ സോദരിമാരാം ഭർത്താവറിയം ചുടുകണ്ണീരും നെഞ്ചിലിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വാഗ്ദാനം ചെയ്യപ്പെട്ട ഈ കാലത്തിലേക്ക് ദൈവത്തിനെ പ്രവേശിക്കുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. സമയമാ രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. ആകെയൽപ്പ നേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. യേശുവേ നിനക്ക് സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. രാവിലെ ഞാൻ ഉണരുമ്പോൾ ഭാഗ്യമുള്ളോർ നിശ്ചയം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. എൻ്റെ യാത്രയുടെ അന്ത്യം ഇന്നലേക്കാളടുപ്പം. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ
ഉറങ്ങുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. അപ്പോഴും എൻ രഥത്തിൻ്റെ ചക്രം മുമ്പോട്ടോടുന്നു. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. തേടുവാൻ ജഡത്തിൻ സുഖം ഇപ്പോഴല്ല സമയം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. സ്വന്ത നാട്ടിൽ ദൈവമുഖം കാണുകയത്രേ വാഞ്ചിതം. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. ഭാരങ്ങൾ കൂടുന്നതിനായി ഒന്നും വേണ്ട യാത്രയിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പ വെള്ളം ദാഹിക്കിൽ. അല്പമപ്പം വിശപ്പിന്നോ സ്വൽപ്പം വെള്ളം. ഞാൻ സന്തോഷിച്ചു അണയുണ്ടീശോ പ്രതനാഖിലർക്കും ജീവനം അതുപോൽ സദളോ മരുളിയിടാൻ. അവനെ ഞാൻ നിരന്തരം പ്രകടിപ്പിക്കും. അവൻ ശബ്ദമുയർത്തിയപ്പോൾ ഭൂമികുലുങ്ങി. മിശിഹാനാഥൻ ശബ്ദമയർത്തുമ്പോൾ കല്ലറ വിളരും മൃതരുടനെഴുന്നേൽക്കും. ദുഷ്ടനും
പുനരുത്ഥാനത്തെ ഞങ്ങളുടെ ശരീരങ്ങളിലേക്ക് മഹത്വമണിയിക്കുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായിരിക്കും. ദൈവത്തിന്റെ ഭവനമേ, ഞാൻ നിന്നോട് യാത്ര പറയുന്നു. മാമോദീസ വഴി എന്നെ വിശദീകരിക്കുകയും പരിശുദ്ധ കുർബാനയാൽ എന്റെ ആത്മാവിനെ പോഷിപ്പിക്കുകയും മറ്റ് വിദാസുകളാൽ എന്റെ ആത്മാവിന് കൃപാവരം സ്ഥിരീകരിച്ച പ്രിയപ്പെട്ട ദേവാലയമേ, ഞാൻ നിനക്ക് വന്ദനം പറയുന്നു. എന്റെ പിതാക്കന്മാരും ആത്മീയ പാലകരുമായ പുരോഹിതരെ, ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന്റെ പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നിങ്ങൾക്ക് നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹമെന്നും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. എന്റെ സഹോദരരെ, എന്നെ സൃഷ്ടിക്കുകയും മണ്ണവിധേയനാക്കുകയും മണ്ണശേഷം പ്രത്യക്ഷരാകുകയും ചെയ്യുന്ന ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല. ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. ഈ വഴിയിനി ഞാൻ തിരികെ വരില്ല. ഈ വഴിയിന്നെൻ്റെ അന്ത്യയാത്ര. ആറടി മണ്ണിൽ ഒതുങ്ങിടാൻ ഉടയവനോതി ഞാനിറങ്ങി. ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ അതിനേക്കാൾ വെണ്മയുള്ളവനാകും. പരിശുദ്ധാത്മാവിനും സ്ത്രീ ആത്മതല്ല നയിക്കുമാമേ. കളിക്കുക, ഞാൻ നിർമ്മലനാകും. അതിനെ കഴുകുക, ഞാൻ മഞ്ഞിനേക്കാൾ വെണ്മയുള്ളവനാകും. പടിയാകുന്ന പടിയിലേക്ക് തന്നെ മടങ്ങുന്നെത്തിയ നാഥനായ ദൈവം ദൈവത്തിന്റെ മക്കളുടെ അവസാനത്തിന്റെ വ്രതമായി നിർത്തുമാറാകട്ടെ. ദൈവത്തിന്റെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യ, നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുന്നുവെന്ന് ഓർത്തുകൊള്ളുക. കർത്താവിനെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമവിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ നിർത്തണമേ. നല്ലവരത്തു പരമ്പാകേ ആരാധിച്ചു വണങ്ങുന്നു. രക്ഷയുമേലും നൽകുന്നു. ആകാശവും ഈ ഭൂതലവും താപകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മുതലായുസ്സും.
കർത്താവേ നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മുതലുള്ളവയെല്ലാം തെളിവായി എന്നുടെ നാഥാനെ തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എണ്ണി വിധിക്കല്ലേ. സർവാധിപനാം കർത്താവേ നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോ വിശിഖ ഞങ്ങളിതാ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. സർവേശാ നീ പരിശുദ്ധൻ, ബലവാനേ നീ പരിശുദ്ധൻ, നിത്യനമത്യൻ പരിശുദ്ധൻ, നിൻകൃപ ഞങ്ങൾക്കേകണമേ. ശുദ്ധീകരിച്ചു നിന്റെ അനുഗ്രഹത്താൽ മരിച്ചവരെയും ശുദ്ധീകരിക്കണമേ. മാലാഖമാരോടുകൂടെ സ്വർഗ്ഗത്തിൽ നിന്നെ സ്തുതിക്കുവാൻ അവരെ യോഗ്യരാക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ഓർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവരുമായ കർത്താവേ, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ നിർമ്മലചരിതകളാം സാറായേലേശ്വ ഭക്തയോടും കൂടെ കടശേലുദ്ധാനം നിരരാം കനിവാങ്ങട്ടെ. കർത്താവകിലേശൻ സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ ഇനി നിങ്ങൾ കലനം തുടരാതെ രക്ഷാവചനങ്ങൾ കേട്ടു നടന്നിടുവിൻ. പുനരുദ്ധാനം വരുമല്ലോ, മരണമുറക്കം താൻ. സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്ദലമറിയമണിഞ്ഞൊരുവൻ മഹിമധുരിയോടെ നടക്കുന്ന മൺപടിയെ പോലെ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. ഞാൻ തേടി വിളിക്കുന്നു. കണ്ണുനീര് കുടിക്കുന്നു. ദൈവരുടെ നിത്യവനെ പരിഹസിക്കുന്നു. നടക്കുന്ന മാൻപേടിയെ പോലെ കർത്താവേ നിന്നെ ഞാൻ തേടി വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവനായകമായ ശുദ്ധനാളാശ്രയെ ആശ്രിത മഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിലദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനുമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദേവരും പരിപാലിക്കണമേ. സുൽത്താൻ പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മരുവരോട് ഏൽപ്പിക്കുകയും ചെയ്യണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും
പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി കൃഷ്ണമായ ഉയർപ്പും മഹനീയമായ ജീവനം നൽകി സുഖരാജ്യമായ ദോഷത്തേക്കാളെ പ്രവേശിപ്പിക്കുവാനാകട്ടെ. അതിനും പാരമ്പര്യമായ മനുഷ്യരെ അനുഗമിക്കുകയും ഇവിടുത്തെ സംസ്കാര ശുശ്രൂഷകളെ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും നമ്മെല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. അവിടുത്തെ പ്രവചനം നമ്മിൽ വസിക്കുകയും അവിടുത്തെ കാരണത്തിൽ നമ്മെ അനുഗമിക്കുകയും ചെയ്യട്ടെ. എപ്പോഴും എപ്പോഴും ആയിരം തിരിയുള്ള മണിവിളക്കായി നീ ആത്മാവിലെന്നും തെളിഞ്ഞു നിൽക്കും. അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. അനശ്വരമായൊരു ദൈവരാജ്യത്തിൽ വിശുദ്ധ സിംഹാസനം ലഭിച്ചിടുവാൻ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. തൊഴുകൈയുമായി നിന്നു യാത്രയയക്കുന്നു വേദനയോടെ ഈ സോദരങ്ങൾ. സോദരങ്ങൾ സോദരങ്ങൾ അന്തിമയാത്രയല്ലോ ഞങ്ങളേകുന്നിതാ വന്ദനം. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. ഹൃദയപൂർവം ചുംബനപ്പൂക്കൾ കണ്ണീരുമായി ഞങ്ങളേകുന്നിതാ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു
സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മോഹമായി കരുണാമയൻ കൂട്ടായി വരും. സ്നേഹിച്ചു മുത്തങ്ങൾ തന്ന പൈതങ്ങളെ പാതയോരത്താക്കി പിരിയുന്നു മൂകമായി കരുണാമയൻ കൂട്ടായി വരും. പരലോകവാടിയിൽ കാണാം വീണ്ടും യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. വാക്കുകൾ കൊണ്ടോ പ്രവൃത്തികൾ കൊണ്ടോ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു. കൂടാരം വേടിയും കുഞ്ഞാടു ഞാൻ. ഈ ലോകവാസം പുൽക്കൊടി പോലെ യാത്രയാകുന്നിതാ പ്രിയജനമേ, കരയല്ലേ കരയല്ലേ പോകുന്നു ഞാൻ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. ഈ കണ്ണുനീരിൽ കാണുന്നു സ്നേഹത്തിൻ കടലെന്നാലും പോകാതെ വയ്യ. യാത്രയാകുന്നിതാ പ്രിയജനമേ,